അസ്സലാമു അലൈക്കും. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഇടാതായിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി. എനിക്ക് കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ദിവസങ്ങളേറെയായി. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ടൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ വെളിച്ചെണ്ണയും ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് പൊട്ടി, അത് കഴിഞ്ഞ ശേഷം സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടുവരിക. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വെക്കണ പോലെയാണ് കേട്ടോ ഞാൻ പറയണത്. പെട്ടെന്ന് നമുക്കിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. കൂടുതൽ സാധനങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഈ വഴന്ന് വരുന്നതിലോട്ട് നമുക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി വഴന്ന് വരുമ്പോൾ മസാലപ്പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനത് കുറച്ച് തിരക്കായതുകൊണ്ട് ആ അടുപ്പിൽ നെയ്ച്ചോറായും കൊണ്ടേ ഇരിക്കുകയാണ്. നെയ്ച്ചോറ് പിന്നെ സ്പെഷ്യൽ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാനത് കാണിക്കാൻ നിന്നില്ല. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്ത് 1/4 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പേസ്റ്റാണ് കേട്ടോ, ചുടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് അരച്ച പേസ്റ്റാണ്. ഞാൻ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂണിന് 2 ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എനിക്ക് ഈ എരിവ് മതി. 2 ടീസ്പൂൺ പറയുമ്പോൾ നല്ലൊരു എരിവ് കിട്ടും. നന്നായിട്ട് അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിച്ച് കൊടുത്തിട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 വിസിലൊക്കെ ചിക്കൻ വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവണം ഒന്നാമത്തത്. രണ്ടാമത്തത് ഇവിടെ അങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ. ബാക്കി നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് തിളച്ച് കഴിയുമ്പോൾ മല്ലിയില വിതറിയിട്ട് നമുക്ക് ചൂട്ടോടെ നെയ്ച്ചോറിനൊപ്പം ആണെങ്കിലും പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും നല്ലൊരു കറിയാണ്. എല്ലാവരും വെച്ച് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക.